ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിൽ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഫാദർ മരിച്ച ആണ്ടായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ആണ്ടൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് നമ്മുടെ ലൂബിക്ക മരത്തിൽ കുറേ ലൂബിക്ക ആയിട്ടുള്ളത്. അപ്പം പച്ചയായതുണ്ട്, പഴുത്തയായതുണ്ട്, പഴുക്കാനുള്ളതുണ്ട്. അപ്പോൾ ഈ പഴുത്തതൊക്കെ ഉപ്പും കൂട്ടി കഴിക്കലാണ് നമ്മുടെ ഹോബി. നമ്മളെ മത്തങ്ങയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ വലുപ്പം. പിന്നെ നമ്മൾ കപ്പ പറിക്കാനുള്ള പരുവമാകുമ്പോൾ നമ്മൾ മുകൾ ഭാഗം അങ്ങ് കുത്തിക്കളയും. എന്നിട്ട് വേരോടെ അങ്ങനെ തന്നെ അടിഭാഗം എടുത്ത് വലിച്ചങ്ങ് എടുക്കും കേട്ടോ. 4-5 പീസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ കാന്താരിയൊക്കെ ഇങ്ങനെ പച്ചയായതുകൊണ്ട്, പിന്നെ പഴുക്കാൻ പോകുന്നതുകൊണ്ട് പഴുത്തതും ഉണ്ട് കേട്ടോ. പല സൈഡിൽ കാന്താരി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിത് ചേമ്പ്, പിന്നെ കുഞ്ഞ് ചീര, പിന്നെ മഞ്ഞൾ, ഇത് കുരുമുളകിൻ്റെ ഭാഗത്ത് ഉള്ളതാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് മഞ്ഞളും ഇഞ്ചീൻ്റെ സൈഡൊക്കെ ഉണങ്ങി ചപ്പുകൾ കാരണം നിങ്ങൾക്ക് ഏതാ ഇഞ്ചിന്ന് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഇത് ഈ ചെറുതാണ് കേട്ടോ ഇഞ്ചികൾ. ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഈ വീട്ടിൻ്റെ സൈഡിലായിട്ട് ഓരോല ചെടിയും ബാക്കി മൊത്തം ബോഗൺവില്ലയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നമ്മുടെ ടർട്ടിൽ വൈന് നല്ല ബുഷായിട്ട് വളർന്ന് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് പോവുകയാണ്. പല സൈഡിലും ഉണ്ട് കേട്ടോ കാന്താരീൻ്റെ ചെടികൾ. പിന്നെ നമ്മുടെ നാരങ്ങയിൽ 2 എണ്ണം ആയിട്ടുണ്ട് കേട്ടോ. ഒളിച്ചിരിക്കുകയായിരുന്നു ഇവർ 2 പേരും. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ ഇവർ 2 പേരും. ഇപ്പോൾ എന്തായാലും ആശ്വാസമായി കണ്ടുപിടിച്ചപ്പോൾ. പിന്നെ നമ്മൾ താഴോട്ടുള്ള സ്ഥലമാണ് ഇത്. ഇവിടെ മഞ്ഞളും ഉണ്ട്, ഇഞ്ചിയും ഉണ്ട്. ഈ ഒരു ഇഞ്ചി നല്ലോണം വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് മനസ്സിലാവുകയൊക്കെ ചെയ്യുമല്ലേ. അപ്പോൾ പിന്നെ വേറൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്, ഇത് എന്നാ ചെടിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ലോണം ബുഷായി വന്നിട്ടുണ്ട് നമ്മുടെ ടർട്ടിൽ വൈന്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ തോടിൻ്റെ അടുത്തുള്ള ഒരു മുളയാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഇത് പശുവിന് കൊടുക്കുന്ന പുല്ലാണ്, നിറയെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ വെള്ളച്ചാട്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ, മുളേൻ്റെയും കാട്ടി. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ കളറായിട്ടുള്ള നമ്മളെ യെല്ലോ കളറില്ലേ, അതിങ്ങനെ ആയിട്ടുണ്ട്, കുറച്ചൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളത്തിനാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പും കേട്ടോ. പൊന്നും ഞാനും ആണുള്ളത്, ഉമ്മയും ഞാനും. അപ്പം ഇത് നമ്മളെ തോടിൻ്റെ അക്കരെയുള്ള ഭാഗമാണ്. അതിൻ്റെ അവിടെ നല്ല പിങ്ക് കളറിൽ ഷൂ ഫ്ലവർ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആത്തിച്ചക്ക ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പപ്പായയും അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആത്തിച്ചക്കയും ഷൂ ഫ്ലവറും പിന്നെ പപ്പായയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോവുകയാണേ. അപ്പോൾ ഇവിടെ ചെറുങ്ങനൊരു വെള്ളച്ചാട്ടം, ഇവിടെ അതിനെയും കാട്ടി വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ പൊന്നുവാണെങ്കിൽ എന്നാണ് ഇത് ഒരു പാട്ട് മേത്തൊഴിച്ചാൽ മതി കേട്ടോ, നല്ല തണുപ്പായിരിക്കും. അപ്പം നമ്മളെ കാത്ത് ഒരാൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ, കാണാത്തതുകൊണ്ട് കരഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.